പ്രിയ വിദ്യാർത്ഥികളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ SLC പരീക്ഷ ആരംഭിക്കുകയാണ്. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുക, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടത്. ചെറിയ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗത്തുള്ള നോട്ട്സൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ നിങ്ങൾ രാത്രി ഉറങ്ങണം, വളരെ നേരത്തെ ഉറങ്ങണം. അതുപോലെ നോമ്പെടുക്കുന്ന കുട്ടികൾ എന്തായാലും വളരെ നേരത്തെ ഉറങ്ങുകയും രാവിലെ അത്താഴത്തിന് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ അത്താഴത്തിന് ശേഷം നോമ്പെടുക്കുന്ന കുട്ടികൾ അത്താഴത്തിന് ശേഷം ഉറങ്ങാൻ പാടില്ല. ഉറങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യണം, അത്താഴത്തിന് നോമ്പെടുത്തതിന് ശേഷം ഈ ഇന്നത്തെ പരീക്ഷന്റെ ഫസ്റ്റ് ലാംഗ്വേജിന്റെ കാര്യങ്ങൾ നിങ്ങളെ പേപ്പർ ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടത്. ആവശ്യമായ മറന്നു പോകുന്ന ഭാഗങ്ങൾ, ചെറിയ നോട്ട്സുകൾ നിങ്ങൾ തയ്യാറാക്കി വെക്കണം, റിവിഷൻ നടത്താൻ വേണ്ടത്. കൃത്യം 9 മണിക്ക് നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തണം. കാരണം നിങ്ങൾ അഥവാ ഉറങ്ങിപ്പോയാൽ നിങ്ങൾ ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം 9 മണിക്ക് പരീക്ഷാ ഹാളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സ്കൂൾ ബസ് അല്ലെങ്കിൽ അല്ലാതെ യാത്ര ചെയ്യുന്നവർ അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തണം. കൃത്യം 9 മണിന് മുമ്പ് നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ഇൻവിജിലേറ്റേഴ്സ് 9 മണി നിങ്ങളെ പരീക്ഷാ ഹാളിൽ എത്തും. അല്ലെ 9:10 ഒക്കെ ആകുമ്പോൾ എന്തായാലും പരീക്ഷാ ഹാളിൽ എത്തും എന്നുള്ളതാണ്. ശേഷം നിങ്ങൾക്ക് തരുന്ന ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ഫില്ല് ചെയ്യാൻ തരും. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ SLC എക്സാമിനേഷൻ മാർച്ച് 2026 എന്നാണ് എഴുതേണ്ടത്. തുടർന്ന് അടുത്തതിൽ സബ്ജക്റ്റ് ആണ്, ഏത് വിഷയമാണെന്നുള്ളത് നിങ്ങളെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതുന്നു. പിന്നീട് എഴുതാനുള്ള ഡേറ്റ് ആണ്, അത് എഴുതും. ശേഷം പേപ്പറിന്റെ താഴെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എഴുതണം, അർത്ഥത്തിലും അക്ഷരത്തിലും. അത് ഇംഗ്ലീഷോ മലയാളോ ഏത് ഭാഷയിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പക്ഷേ തെറ്റാതെ വളരെ കൃത്യമായി നിങ്ങൾ അത് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. ശേഷം 9:30 നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂൾ ഓഫ് ടൈം ആരംഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ അവസാന ക്വസ്റ്റ്യൻ കോഡ് നമ്പർ എഴുതാണ്ടാവും, ഇൻവിജിലേറ്റേഴ്സ് ഒപ്പുവെക്കും നിങ്ങൾക്ക്. അപ്പം അതിനുശേഷം 9:30 ക്വസ്റ്റ്യൻ പേപ്പർ തരും. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കൂൾ ഓഫ് ടൈമിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഓരോ അറിയുന്ന ചോദ്യം ഏതാണ് എന്ന് മാർക്ക് ചെയ്യാൻ, ഏറ്റവും നന്നായി എഴുതാൻ പറ്റുന്ന ചോദ്യം നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് എന്നുള്ളതാണ്. അത് ആ കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് നിങ്ങൾ പരീക്ഷ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ഓരോന്നും എഴുതി പോകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളം ഫസ്റ്റ് ലാംഗ്വേജുള്ള കുട്ടികൾ സമയം കൃത്യമായി പരിശോധിക്കണം. ഓരോ ചോദ്യത്തിനും സമയം കൃത്യമായി പരിശോധിക്കണം. അല്ലെങ്കിൽ ആ കുട്ടികളാണ് പലപ്പോഴും പറയാറുള്ളത്, ഈ സമയം തികയാത്ത പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് കൃത്യമായി പരിശോധിക്കുക. വാച്ച് കഴിയില്ലെങ്കിൽ ഇൻവിജിലേറ്ററോട് സമയം ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നീട് നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, ഏറ്റവും നന്നായി അറിയാവുന്ന എഴുതുക. അതുപോലെ ഓപ്ഷൻസ് ഉണ്ടാവും, ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓപ്ഷൻസിൽ നിങ്ങൾ ചിലപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ AB ഉണ്ടാവും. A നിങ്ങൾ എഴുതി കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിന്റെ 4 ക്വസ്റ്റ്യൻ B എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് പിന്നീട് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ അപ്പം B എഴുതാൻ പോവാതെ നിങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് B എഴുതാന്നുള്ളതാണ്. B പാർട്ട് നിങ്ങൾ വീണ്ടും എഴുതാന്നുള്ളതാണ്. ഏറ്റവും നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ. അപ്പോൾ എല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, വീണ്ടും റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൾട്ടിപ്പിൾ ചോയ്സ് ഒരു പക്ഷേ AB ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. 2 ചോയ്സ് ഏതാണ് ആൻസർ ഒരു നിൽക്കലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നമ്പർ ഇട്ടിട്ട് A എഴുതാം. പിന്നീട് കുറച്ച് താഴെ ആ നമ്പർ ഇട്ട് വീണ്ടും B യും എഴുതി വെക്കാവുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് അത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് അറബിക്